എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. LGS എക്സാം അടുത്തെത്താറായി. ഇനി കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ദിവസങ്ങൾ നാം നന്നായി തന്നെ പരിശ്രമിച്ചിരിക്കണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് LGS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നന്നായി തന്നെ പഠിക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 2024 2020 ക്രിക്കറ്റ് ലോകകപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി. ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയായിരുന്നു. മലയാളിയായ സഞ്ജു സാംസൺ ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. ഇതിൽ ശരിയല്ലാത്തത് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി. അടുത്ത ചോദ്യം, മികച്ച മലയാള സാഹിത്യ കൃതിക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ EV രാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? ആൻസർ മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, 2 തവണ പാരാലിമ്പിക്സിന് വേദിയായ ആദ്യ നഗരം ഏതാണ്? ആൻസർ ടോക്കിയോ. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ആൻസർ K കസ്തൂരിരംഗൻ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേര് എന്തായിരുന്നു? ആൻസർ പ്രഗ്യാൻ. അടുത്ത ചോദ്യം, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ പുതിയ പാർലമെൻറ്റ് നിർമ്മാണ പദ്ധതി. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ ആൻ്റോണിയോ ഗുട്ടറസ്. അടുത്ത ചോദ്യം, രേഖ ശർമ്മ ഇതിലേത് പദവിയാണ് നിലവിൽ അലങ്കരിക്കുന്നത്? ആൻസർ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവായ വാഴേങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കഥകളി. അടുത്ത ചോദ്യം, 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ആൻസർ കണ്ണൂർ. അടുത്ത ചോദ്യം, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്താണ്? ആൻസർ 126. അടുത്ത ചോദ്യം, ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന ബഹുമതിയുള്ള ഇന്ത്യക്കാരൻ? ആൻസർ രോഹൻ ബൊപ്പണ്ണ. അടുത്ത ചോദ്യം, 2024 അധികാരത്തിലെത്തിയ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്ര മലയാളികളാണ് മന്ത്രിമാരായി ഉള്ളത്? ആൻസർ 2. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ച സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്? ആൻസർ BR അംബേദ്കർ. അടുത്ത ചോദ്യം, 2024 മരണാനന്തരം ഭാരതരത്ന ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്? ആൻസർ ബീഹാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ 15 ലക്ഷം. അടുത്ത ചോദ്യം, അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കച്ചദ്വീപ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ആൻസർ ശ്രീലങ്ക. അടുത്ത ചോദ്യം, പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ MV രാജേഷ്. അടുത്ത ചോദ്യം, മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട മോപ വിമാനത്താവളം ഏതു സംസ്ഥാനത്താണ്? ആൻസർ ഗോവ. അടുത്ത ചോദ്യം, ഇവരിൽ ഗദർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തത് ആര്? മദൻലാൽ ദിംഗ്ര, സോഹൻ സിംഗ് ഫക്ന,
ലാല ഹർദയാൽ, കർത്താർ സിംഗ് സരഫ. ഇതിലെ ആൻസർ മദൻലാൽ ധിംഗ്ര. അടുത്ത ചോദ്യം തീൻക തീയ സമ്പ്രദായത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം ഏത്? ആൻസർ 1773 റെഗുലേറ്റിംഗ് ആക്ട്. അടുത്ത ചോദ്യം 1939 സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷനായത് ആരാണ്? ആൻസർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച 1942 ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം 1989 1990 VP സിംഗ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ? ആൻസർ രാജ രാമണ്ണ. അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നോട്ട് നിരോധനം ഏത് വർഷമായിരുന്നു? ആൻസർ 1978. അടുത്ത ചോദ്യം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ആൻസർ രുക്മിണി ദേവി അരുൺഠേൽ. അടുത്ത ക്വസ്റ്റ്യൻ 2001 ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന ഭീകരാക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേര്? ആൻസർ പരാക്രം. അടുത്ത ചോദ്യം എന്തിനെയാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ആൻസർ അണക്കെട്ടുകൾ. അടുത്ത ചോദ്യം ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ആൻസർ ഗ്രേറ്റർ ഹിമാലയ. അടുത്ത ചോദ്യം പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ കൊറോമോണ്ടൽ തീരം. അടുത്ത ചോദ്യം ഇവയിൽ മ്യാൻമാറുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം? നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, ആസാം. ആൻസർ ആസാം. അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്താണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ കാണപ്പെടുന്നത്? ആൻസർ മേഘാലയ. അടുത്ത ചോദ്യം ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ഏതാണ്? ആൻസർ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സംസ്ഥാനത്തിനും ഓരോ പബ്ലിക് സർവീസ് കമ്മീഷനുകളും ഉണ്ടാവണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ്? ആൻസർ ആർട്ടിക്കിൾ 315. അടുത്ത ചോദ്യം പഞ്ചായത്ത് രാജ് നിയമത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ എത്രാം പട്ടികയിലാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ 11-ാം പട്ടിക. അടുത്ത ചോദ്യം ദ ഫണ്ടമെൻ്റൽ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്? ആൻസർ ആർട്ടിക്കിൾ 32. അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ ഏത് പദവിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ആൻസർ ഉപരാഷ്ട്രപതി. അടുത്ത ചോദ്യം 1951 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ ഇന്ത്യൻ പൗരൻ? ആൻസർ ശ്യാം ശരൺ നെഗി. അടുത്ത ചോദ്യം പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രചിച്ച കൃഷ്ണഗീതിയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിന് ആധാരമായത്. കൂത്തിന് മിഴാവ് കൊട്ടുന്ന നമ്പ്യാർമാർ അവതരിപ്പിച്ചിരുന്ന കലയായിരുന്നു പാടകം. സ്വാത്വിക സ്വഭാവമുള്ള വേഷങ്ങൾക്ക് കഥകളിയിൽ പച്ച വേഷമാണ് ഉപയോഗപ്പെട്ടിരുന്നത്. പ്രസ്താവനകൾ ആൻസർ എല്ലാം ശരി. അടുത്ത ചോദ്യം ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ 1940 ഏതു രാജ്യത്തിൻ്റെ പൗരത്വമാണ് സ്വീകരിച്ചത്? ആൻസർ അമേരിക്ക. അടുത്ത ചോദ്യം എവിടെ നടത്താനിരുന്ന ഒളിമ്പിക്സ് ആണ് ആദ്യമായി റദ്ദാക്കിയത്? ആൻസർ ബെർലിൻ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്